കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനൊരുങ്ങി ബി.ജെ.പി. ഇടുക്കി ജില്ലാ നേതൃത്വം. ലവ് ജിഹാദിലും നർക്കോട്ടിക് ജിഹാദിലും യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്നതാണ് ലക്ഷ്യം. ക്ലബ്ബുകളോടും സംഘടനകളോടും ട്രസ്റ്റുകളോടും സിനിമ പ്രദർശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ബി.ജെ.പി. ഇടുക്കി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ പറഞ്ഞു. വിവരങ്ങളുമായി ചേരുന്നത് സുബിൻ തോമസ് ആണ്. സുബിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമായും കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങാത്ത സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദ പ്രചരണം നടക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ നിലവിൽ ഇടുക്കി ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലാ നേതൃത്വത്തിന് വേണ്ട ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ബി.ജെ.പി. നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, ട്രസ്റ്റുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരു ആഹ്വാനം നിലവിൽ ഇടുക്കി ജില്ലാ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതിന് വേണ്ട എല്ലാ പിന്തുണയും ബി.ജെ.പി. ജില്ലാ നേതൃത്വം നൽകുമെന്നാണ് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ്, ഇടുക്കി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള സി സന്തോഷ് കുമാർ വ്യക്തമാക്കിയത്. പ്രധാനമായും ഇപ്പോഴും ഈ ഒരു ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയവ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ കണ്ണികൾ സമൂഹത്തിന്റെ പല കോണുകളിലുമുണ്ട്. ഇതിൽ ഈ യുവതലമുറയെ ബോധവാന്മാരാക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ആളുകളും അത്തരക്കാരല്ല, പക്ഷെ അതിൽ അത്തരത്തിലുള്ള ആളുകളും ഈ ഒരു സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള കെണികളിൽ ഈ യുവാക്കൾ പെട്ടുപോകാൻ, അല്ലെങ്കിൽ യുവതലമുറ പെട്ടുപോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിൽ ഇവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. ഈ ചതിക്കുഴികൾ എങ്ങനെ ഉണ്ടാകുന്നു, ഏത് വിധത്തിൽ ഈ ചതിക്കുഴികളിൽ പെട്ടുപോകും, അതിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യണം നടക്കുമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു കുട്ടികൾ ബോധവാന്മാരായിരിക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇടുക്കി രൂപത പ്രദർശിപ്പിച്ച സിനിമ, ഇടുക്കി രൂപതയിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു. അതിന് വലിയ രീതിയിലുള്ള പിന്തുണ ബി.ജെ.പി. ജില്ലാ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വം വിവിധ കോണുകളിൽ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലായി ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അത്യന്താപേക്ഷിതമാണ്. അത് തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ബി.ജെ.പിക്ക് പറയുവാനുള്ളത്, അവര് പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ്, അതുപോലെ തന്നെ ലവ് ജിഹാദ് നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണെന്നുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബാലഗോകുലം അടക്കമുള്ള നമ്മുടെ സംഘടനയുടെ, വിവിധ ക്ഷേത്ര സംഘടനയുടെ മുഴുവൻ മേഖലകളിലും ഇത് പ്രദർശിപ്പിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. അതുകൂടാതെ സമൂഹവുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകളില്, അത്തരത്തിലുള്ള സാമൂഹിക സംഘടനകളില്, ട്രസ്റ്റുകളില് എല്ലാം ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്.